ഇപ്പോൾ സുബ്ഹാനല്ലാഹ് ഓരോ ദിവസവും ആളുകൾ വിളിച്ച് പറയുന്നത് എന്താണ് ഉസ്താദേ? അതേ ചെറിയ 5 വയസ്സുള്ള മോന് ടെസ്റ്റ് ചെയ്യണമെന്നാ പറയുന്നു. ടെസ്റ്റ് ചെയ്തപ്പോൾ ക്യാൻസറാണെന്നാ പറയുന്നു. 13 വയസ്സുള്ള കുഞ്ഞിന് ക്യാൻസറാണ്, 14 വയസ്സുള്ള പെൺകുട്ടിക്ക് ക്യാൻസറാണ്. അങ്ങനെ ചെറുപ്രായത്തിൽ തന്നെ പലർക്കും ക്യാൻസറാണ്, ട്യൂമറാണ്, പല രോഗങ്ങളും വരികയാണ്. അതിനൊരു കാരണം എന്റെ സഹോദരിമാരെ, സഹോദരന്മാരെ, ഈ ചെറിയ പിഞ്ചുമക്കളെ കയ്യിൽ നിങ്ങൾ ഈ ഫോണ് കൊടുക്കുന്നതാണ് കേട്ടോ. ഈ മൊബൈൽ ഫോൺ എന്ന് പറയുന്ന സാധനം വലിയ അപകടകാരിയാണ്. ഞാനത് പറഞ്ഞാൽ നിങ്ങൾക്ക് വിശ്വാസമാകൂല. കാരണം ഞാനതറിയുന്ന ആളല്ലല്ലോ. നിങ്ങൾ ഡോക്ടർമാരോട് ചോദിച്ചോളൂ. ചെറിയ പിഞ്ചുമക്കൾക്ക് നിങ്ങൾ വേണമെങ്കിൽ തിരുവനന്തപുരം പോയി RCCയിലെ ഡോക്ടർമാരോട് ചോദിച്ചോളൂ, ക്യാൻസർ സെന്ററുകളിലെ ഡോക്ടർമാരോട് ചോദിച്ചോളൂ. ഈ പിഞ്ചുമക്കൾക്ക് ക്യാൻസർ ഉണ്ടാകുന്നതിന്റെ ഏറ്റവും വലിയ കാരണം ഈ മൊബൈൽ ഫോണിന്റെ ഉപയോഗമാണ് കേട്ടോ. ഉസ്താദേ എന്താ ചെയ്യാ? കരഞ്ഞിട്ട് നിവൃത്തിയില്ല, ഫോണ് കൊടുത്താലേ രക്ഷയുള്ളൂ എന്നാ ചില ഉമ്മമാരെ മറുപടി. ഞാൻ ചോദിക്കട്ടെ, കരഞ്ഞാൽ ഇവിടെ എന്താ സംഭവിക്കുക? കരഞ്ഞാൽ ആ കുട്ടിയുടെ അതാ സൗണ്ട് ഒന്ന് തെളിയുമെന്നല്ലാതെ ഒന്നും ഇവിടെ വരാനില്ല. പക്ഷേ എട്ടും പൊട്ടും തിരിയാത്ത ആ കുട്ടിയുടെ കയ്യിൽ നിങ്ങൾ ഈ റേഡിയേഷനുള്ള ഫോൺ കൊടുത്തിട്ട് ആ കുട്ടിയുടെ തലയിൽ മുഴ, ആ കുട്ടിയുടെ അതാ നെഞ്ഞിൽ അതാ ക്യാൻസർ, ഇങ്ങനെ ഈ കുട്ടികളെ നിങ്ങൾ ഇഞ്ചിഞ്ചായി കൊല്ലുന്നതിന് നിങ്ങൾ റബ്ബിന്റെ മുമ്പിൽ മറുപടി പറയേണ്ടി വരും കേട്ടോ. ഗൗരവത്തോടെ ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്.